മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. CMRL ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, IT മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. വിനീത VG ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിനീത, രാത്രി വൈകിയും നീണ്ട ചോദ്യം ചെയ്യൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? അന്വേഷണ സംഘം എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? ശശിധരൻ കർത്തയുടെ കാര്യത്തിലുള്ള EDയുടെ തീരുമാനം എങ്ങനെ, വിനീത? ടിക്കറ്റ് ഈ ശശിധരൻ കർത്തയോടും കഴിഞ്ഞ ദിവസം ED ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമൻസ് നൽകിയിരുന്നുവെങ്കിലും ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിനായി എത്തിയിരുന്നില്ല. പകരം CMRLലെ 3 ഉദ്യോഗസ്ഥരാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. CFO സുരേഷ് കുമാർ, ഒപ്പം തന്നെ IT മാനേജർ ചന്ദ്രശേഖരൻ, IT സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിങ്ങനെ 3 ഓഫീസർമാരാണ് ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ഇവരുടെ ചോദ്യം ചെയ്യൽ രാത്രി മുഴുവൻ നീണ്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊപ്പം തന്നെ ഈ ആദായ നികുതി വകുപ്പ് അതിന്റെ ക്ലിയറൻസ് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ, എക്സാലോജിക്കുമായിട്ടുള്ള കരാർ രേഖകൾ എന്നിവയൊക്കെ ഹാജരാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ ഈ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയതാണ് സൂചന. ഈ രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം വളരെ വ്യക്തമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ചോദ്യം ചെയ്യലും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. ഈ എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് EDയുടെ അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നത്. നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഈ ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് 1,72,00,000 രൂപയാണ് CMRL നൽകിയിരുന്നത്. ഇത് കൂടാതെ 80 ലക്ഷത്തോളം രൂപ ലോൺ ഇനത്തിലും നൽകിയിട്ടുണ്ടായിരുന്നു. ഈ തുക നൽകിയത് എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ 18 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയോടുകൂടിയാണ് ഇവരെ ചോദ്യം ചെയ്യാനായി ഇവരുടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരുന്നത്. രാവിലെ തന്നെ 10 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നുവെങ്കിലും ഉച്ചയോടുകൂടിയാണ് ഇവരുടെ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും ഉൾപ്പെടെ അന്വേഷണ സംഘം കടന്നത്. ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ കൊച്ചി ED ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ശരി, വിനീത VG വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ തുടർ നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിനീത VG വിവരങ്ങൾ നൽകുകയായിരുന്നു.